നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വീണ്ടും ഒരു റൈഡാണ്. റൈഡിൻ്റെ ഫ്ലാഗ് ഓഫ് ആണ് കാണുന്നത്. വൈറ്റിലയിലുള്ള CP സുസുക്കി ബൈക്ക് സോണിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇത്തവണത്തെ റൈഡ് മൂന്നാർ മാങ്കുളത്തിനടുത്തുള്ള വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ആദ്യം പോകുന്നത് പാലാരിവട്ടം ലക്സോ ഹോട്ടലിലേക്ക്. അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷമാണ് ഞങ്ങളുടെ ശരിക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് റൈഡിനുണ്ടായിരുന്ന കുറച്ച് പേര് ഇതിനകത്തുമുണ്ട്, കൂടാതെ പുതിയ കുറച്ച് ആൾക്കാരും ഉണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു ഫ്രീ റൈഡാണിത്. ചെറിയൊരു രജിസ്ട്രേഷൻ ഫീ മാത്രം മേടിച്ചുകൊണ്ട് താമസവും ഭക്ഷണവും ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു റൈഡാണിത്. എക്സോയുടെ അടുത്തെത്തി പാലാരിവട്ടം. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. വളരെ ലക്ഷറീസ് ആയിട്ടുള്ളൊരു ബഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ വളരെ ഹൃദ്യമായിട്ടുള്ള യാത്രയപ്പൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നേരെ വിരിപ്പാറയിലേക്കാണ് നമ്മുടെ റൈഡ് പോവുക. ഈ റൈഡിൽ കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആംബുലൻസ് ഒക്കെ ഉണ്ട് കൂടെ. അതുപോലെ തന്നെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗൈഡുണ്ട്, ടെക്നീഷ്യനുണ്ട്. ടെക്നീഷ്യനും ഗൈഡും ഒക്കെ കഴിഞ്ഞ റൈഡിലും ഉണ്ടായിരുന്നു. വ്യത്യാസം ആംബുലൻസ് മാത്രമാണ്. സുസുക്കി പോലെ മറ്റേതെങ്കിലും കമ്പനി അല്ലെങ്കിൽ CP സുസുക്കി പോലെ മറ്റേതെങ്കിലും ഡീലർഷിപ്പ് ഇതുപോലെയുള്ള ഫ്രീ റൈഡുകൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വേറെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന്, റൈഡേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഈ വീസ്ട്രോമിനെ സംബന്ധിച്ച് സിറ്റിയിലും ഹൈവേയിലും ഒക്കെ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. സിറ്റിയിൽ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിലും കാഴ്ചയിലുള്ളൊരു വലിപ്പം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഹാൻഡിലിംഗ് വളരെ ഈസി ആയിട്ടുള്ള, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൈക്കാണ് വീസ്ട്രോം 250. ഹൈവേ റൈഡിൻ്റെ കാര്യം പറയാനേ ഇല്ല. എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് ഒരു സ്ട്രെയിനും ഇല്ലാതെ റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പാലാരിവട്ടത്തു നിന്ന് കാക്കനാട്, ബ്രഹ്മപുരം, കരിമോള് വഴി നേരെ പുത്തൻകുരിശ്, അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുത്തൻകുരിശിലേക്ക് വന്ന് കയറും. പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് കല്ലാറ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലിട്ട എക്സാക്ട് റൂട്ടാണത്. അതായത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ പോകുന്ന ആ ഒരു റൂട്ടില്ലേ, കല്ലാറിന്ന് ലെഫ്റ്റ് എടുത്തുകൊണ്ട് ആ ഒരു റൂട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇന്നും പോകാൻ പോകുന്നത്. ഇത്തവണ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഡൽഹിയിൽ നിന്നാണ് കേട്ടോ ആൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെയും നല്ല അടിപൊളി ടീമായിരുന്നു. അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ശരിക്കും വേറെ ലെവൽ തന്നെയായിരുന്നു. ഇത് സുസുക്കി തന്നെ നേരിട്ട് അയച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇടയ്ക്കൊരു വണ്ടിക്ക് ബ്രേക്ക് പാഡ് മാറ്റാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റുവാണ്. വീണ്ടും ഹൈ റേഞ്ചിൻ്റെ കവാടം നേര്യമംഗലം പാലത്തിലെത്തി. ഇതിപ്പോൾ ജൂലൈ 20 തീയതി ശനിയാഴ്ച. ഈ മാസം ഇത് 3-ാമത്തെയോ 4-ാമത്തെയോ തവണയാണ് ഈ പാലം ക്രോസ് ചെയ്തിട്ട് ഒരു റൈഡ് പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്ന ഫീല് ശരിക്കും ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. ഈ പാലം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വനത്തിനകത്തേക്കാണ്. ആക്ച്വലി ഇതൊരു വനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ കേട്ടോ. പിന്നെ ഇതേ ഇവിടുന്ന് വലത്തേക്കുള്ള റോഡ് കണ്ടോ, ഇതാണ് നമ്മുടെ കാനരവേലി തൂക്കുപാലത്തിലേക്കുള്ള റോഡ്. അതൊരു കിടിലം സംഭവമാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോ. ഒരു 650 ഉണ്ട്. അത് കോഴിക്കോട് നിന്ന് വന്ന ജീവൻ ബ്രോയുടെയാണ്. ഞങ്ങൾ വൈറ്റിലയിൽ നിന്ന് ഒരു 100-110 കിലോമീറ്ററേ വരുള്ളൂ വിരിപ്പാറയിലേക്ക്. അപ്പം അവിടേക്കൊരു റൈഡ് പോകാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വന്ന ആളാണ്. വെളുപ്പിനെ ഇവിടെ എത്തി. അതാണ് ഇതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് വളരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒട്ടും വെയിലില്ലായിരുന്നു, എന്നാൽ വലിയ മഴയുമില്ല. ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ചാറ്റൽ മഴ പെയ്യും. അതൊരു സുഖമുള്ള കാര്യമാണ്. ഫോട്ടോസിന് വേണ്ടി അടുത്തൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. നേര്യമംഗലം പാലം പോലെ തന്നെ മൂന്നാറിലേക്കുള്ള യാത്രയിൽ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇവിടുന്ന് വീണ്ടും കുറച്ച് ദൂരം ഉണ്ടെങ്കിലും കാഴ്ചകളുടെ വിസ്മയങ്ങളുമായി മൂന്നാർ ഇതാ എത്താൻ പോകുന്നു എന്നുള്ളൊരു ഫീലാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നത്. ഇവിടെ നിർത്താതെ ഒരുവിധപ്പെട്ടവരാരും പോവാറുമില്ല. കണ്ട ഫോട്ടോ എടുക്കുന്ന കണ്ട. ബൈക്കിൽ ഇങ്ങനെ ഇരുന്ന് പോകാൻ വേണ്ടി തന്നെ ഒരു ബാലൻസ് വേണം. അതിനോടൊപ്പം ഫോട്ടോയും കൂടെ എടുക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള ഇവന്റുകൾ കൈകാര്യം ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു ലോങ് സ്ട്രെച്ച് ഇല്ല ഇത്തവണ റൈഡ് ചെയ്യാൻ. ഒരു റൈഡിലുപരി ഒരു ഗെറ്റ് ടുഗദർ പോലെയാണെന്ന് തോന്നുന്നു സുസുക്കി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇവിടുന്ന് ഉള്ള ഞങ്ങൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഗ്രൂപ്പ് കൂടിയുണ്ട് അങ്ങോട്ട്. കല്ലാറിന്ന് മാങ്കുളം റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു. ഇവിടുന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകുന്നതായിരുന്നു നമ്മൾ ഇടയ്ക്കിട്ടിരുന്ന ഒരു വീഡിയോ.
അപ്പോൾ ഇതിലേ പോയിട്ട് വിരിപ്പാറയിലാണ് ദ ഗ്രാൻഡ് ക്ലിഫ് എന്നുള്ള റിസോർട്ട് ഉള്ളത്. ഈ ഏരിയയിൽ ഒരുപാട് വാട്ടർഫോൾസും കാണാൻ മനോഹരമായ കാഴ്ചകളും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് മാങ്കുളം. മഴ പെയ്തും തോർന്നും നിൽക്കുന്ന ദിവസങ്ങളിലെ ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയായിരിക്കും. ഒരു രക്ഷയില്ലാത്ത ഒരു കാഴ്ചയായിരിക്കും. ഈ കോട മൂടിയിട്ട് നല്ല ഭംഗിയായിരിക്കും അത്. നമുക്കിപ്പോൾ വണ്ടി ഓടിക്കുന്നതിനും മറ്റൊന്നും പ്രശ്നമില്ല, നേരെ അടുത്തുള്ള കാഴ്ചകളൊക്കെ ക്ലിയർ ആണ്. പക്ഷെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ ഇടയിലൂടെ കോട ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ട് കോട ഇവിടെയൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഇതിലെ റൈഡ് വന്നതിൽ ഏറ്റവും മനോഹരമായ കാലാവസ്ഥയുള്ളൊരു ദിവസമാണ്. സുന്ദരമായ കാഴ്ചകളും. ഇവിടുന്ന് അങ്ങോട്ട് പല ഭാഗങ്ങളിലായിട്ട് തേയിലത്തോട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ റൂട്ടിൽ നിന്ന് മൂന്നാർ ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ തേയിലത്തോട്ടം തന്നെയായിരിക്കും. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂട്ടാണ്. റോഡ് ഇത്തിരി മോശമാണ് ഈ സമയത്ത്, പക്ഷെ ബൈക്കും കൊണ്ടൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാം. ഒട്ടും തിരക്കില്ലാതെ നല്ല പീസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റിയ ഒരു റൂട്ട്. പക്ഷെ റോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ചില ഏരിയകളിൽ കട്ട ശോകമാണ്. റിസോർട്ടിന്റെ അടുത്തെത്തി. ഇതാണ് ദ ഗ്രാൻഡ് ക്ലിഫ്. ഇതൊരു 5 സ്റ്റാർ റിസോർട്ടാണ്. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു ഈ റിസോർട്ട്. അതായത് 2024 തുടങ്ങിയ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. വലിയൊരു ഏരിയയിൽ നിൽക്കുന്ന കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. നമുക്ക് ഗൂഗിളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ മഴയുണ്ട്. ഏകദേശം 3 മണി അടുത്തായി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ മിക്കവാറും ഫുഡ് കഴിച്ച് കാണും, കാരണം 3 മണിയായി. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ പൂള് വരുന്നത്. എൻ്റെ പൊന്നെ കിട്ടിലുമാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. കോടമഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ വരെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ആയിരുന്നു, ഇപ്പോൾ കുറച്ച് ഗ്രീൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനിയിപ്പം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോഴേ തോന്നി ഇതൊരു സൂചനയാണെന്ന്. എന്തായാലും അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ പോലെ തന്നെ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ലഞ്ചാണ് ഇവിടെ. അപ്പം ഇവിടുന്ന് തന്നെയാണ് ഡിന്നറും നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉള്ളത്. ഇത് സംഭവം ഒരു അടിപൊളി ലക്ഷറി ആയിട്ടുള്ള വേറെ ലെവലായിട്ടുള്ളൊരു റൈഡ് തന്നെയാണ്. സുസുക്കി ഒരു സമ്മാനം തന്നെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പം റൂമിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാം. കോയമ്പത്തൂരിൽ നിന്ന് ബാക്കി റൈഡേഴ്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വീസ്ട്രോം കൈയടക്കി വെച്ചേക്കുവാണ് പാർക്കിംഗ് ഏരിയ. ഇതുപോലത്തെ വണ്ടികൾ ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കയറ്റിയിട്ടാണ് നമ്മളെ ഓരോ സ്ഥലത്തും. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരണം. നടന്നു പോകാവുന്നതേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെയുള്ള സൗകര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് കേട്ടോ പോകുന്നത്. 2 പേർക്ക് ഒരു റൂം എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ആ റൂമിന്റെ ഇന്നത്തെ റേറ്റ് ഞങ്ങൾ നോക്കി 14,500 സംതിങ് ആണ് ടാക്സ് ഉൾപ്പെടെ കാണിക്കുന്നത്. 2 പേർക്കുള്ള റേറ്റ് ആണേ. അപ്പൊ ഇതാണ് റൂം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വീണ്ടും നമ്മൾ ആ വണ്ടി കയറി പോവുകയാണേ. ചെന്നതേ ഉള്ളൂ, ഒന്ന് ഫ്രഷായി. അപ്പോഴേക്കും ചായയുടെ സമയമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കാണാമെന്ന് എഴുതി. ജിമ്മും ക്ലബും പ്ലേ ഏരിയയും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ റിസോർട്ടിൽ ഒരുപാട് സംഭവങ്ങൾ കാണിക്കാനുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇത് ചിലപ്പോൾ റിസോർട്ടിന്റെ വീഡിയോ ആയി മാറും. അതുകൊണ്ട് ഈ റിസോർട്ടിന്റെ കാഴ്ചകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ അത് മാത്രമായിട്ട് ചെയ്യുന്നതായിരിക്കും. എത്ര തണുപ്പാണെങ്കിലും കൂടെ കുറച്ച് ആൾക്കാരുള്ളപ്പോൾ പൂൾ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഡിന്നറൊക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലിരിക്കുകയാണ്. രാവിലെയായി, ഞങ്ങൾ വണ്ടി കയറിയില്ല. രാവിലെ ഒരു നടപ്പും കൂടെ ആവട്ടെ എന്ന് എഴുതി. ഇവിടെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
സെറ്റപ്പിനൊന്നും ഒരു മാറ്റമില്ല, അതിനകത്തുള്ള സാധനങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. Fantastic. I never had such kind of good, tasty food. Very good. ഇവിടെ ഇപ്പോൾ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള വണ്ടികളുണ്ട്. അപ്പോൾ അവരുടെ വണ്ടികളിൽ വരുത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻസും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല ആക്സസറീസും പല വണ്ടികളിലും കാണാൻ പറ്റി. പിന്നെ ഇവരുമായിട്ടൊക്കെ സംസാരിക്കാനും അവരുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ കഴിഞ്ഞത് ഒരു നല്ലൊരു കാര്യമായിരുന്നു. റിട്ടേൺ ഫ്ലാഗ് ഓഫ് ആണ്. ഇങ്ങോട്ട് വന്നപ്പോൾ 20 പേരോളം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ. ഇതിപ്പോൾ 50-ലധികം ആളുകളുണ്ട്. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് എന്ന് വേണം പറയാൻ. കാരണം ഇത്രത്തോളം വണ്ടികൾ, V-സ്ട്രോമുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇതുപോലെ കുന്നും മലയൊക്കെ ഇറങ്ങി പോകുമ്പോൾ ആ ഒരു ഫീലെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെയും 1-2 കൂട്ടുകാരുടെ കൂടെ പോകുന്നതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള അതുക്ക് മേലെയായിട്ടുള്ളൊരു അനുഭവമാണിത് ശരിക്കും. അത് ഫീൽ ചെയ്ത് അങ്ങനെ ഒരുപാട് റൈഡുകളൊക്കെ പോയിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ഇനിയുള്ള ഏതെങ്കിലും റൈഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റെ കൂടെ ഇതുപോലൊരു റൈഡ് പോകണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ച. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് നേരെ റിട്ടേൺ അല്ല കേട്ടോ, ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. ഇവർ തന്നെ നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പറക്കാട്ട് റിസോർട്ടിലാണ്, മൂന്നാർ പള്ളിവാസലിനടുത്തുള്ള പറക്കാട്ട് റിസോർട്ടിലാണ് ലഞ്ച് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടായിരിക്കും ഞങ്ങൾ സ്പ്ലിറ്റായിട്ട് പലരും പല വഴിക്ക് പോവുക. എന്തായാലും ഇത്രയും നല്ലൊരു ട്രീറ്റ്, ഒരു രജിസ്ട്രേഷൻ ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, 1900 രൂപയാണ് അതിനു വേണ്ടി ഞങ്ങൾ കൊടുത്തത്. നല്ലൊരു എമൗണ്ട് തന്നെ സുസുക്കി ഓരോ റൈഡേഴ്സിനും വേണ്ടിയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.